നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷദം എജ്യൂടെക്. LDC പരീക്ഷയ്ക്ക് വേണ്ടി PSC 2024 നടത്തിയ പ്രധാനപ്പെട്ട പരീക്ഷകളുടെ ചോദ്യപേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ കുറേ മുൻവർഷ ചോദ്യങ്ങൾ ഇങ്ങനെ കേട്ട് എക്സാം ഹാളിൽ ചോദ്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് ഉത്തരം ക്ലിക്ക് ചെയ്യും. അങ്ങനെ ഒരുപാട് പേർക്ക് നമ്മുടെ ക്ലാസ് കണ്ടിട്ട് അതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത്. അതിപ്പോൾ LDC പരീക്ഷ എന്നല്ല, ഈ വർഷം നടക്കുന്ന ഏതൊരു പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ തന്നെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ 2024 PSC ജനുവരി തൊട്ട് നടത്തിയ പരീക്ഷകളുടെ ചോദ്യപേപ്പർ കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാൻ പോവാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് എടുത്തിരിക്കുന്ന ചോദ്യപേപ്പർ 2024 ഫെബ്രുവരി മാസം 7 നടന്ന ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ആ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ കോൺഗ്രസ് സമ്മേളനം. അധ്യക്ഷനാരായിരുന്നു ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ സമരമാണ്. INC നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് ചോദിച്ചിരിക്കുന്നത്, നിസ്സഹകരണ സമരം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര്? സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദുരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ബാലഗംഗാധര തിലകാണ്. അവരൊക്കെ തീവ്രവാദി നേതാക്കളിലാണ് ഉൾപ്പെടുന്നത്. WC ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത എന്നിവർ മിതവാദികളായിരുന്നു. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും മാറ്റിയത്. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. സംസ്ഥാനങ്ങളിലെ എന്ന് എടുത്ത് പറഞ്ഞിരിക്കും. തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ എ സുപ്രീം കോടതി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സാം ഹാളിലെ ടെൻഷന്റെ ഇടയ്ക്ക് സുപ്രീം കോടതി പോയി കറപ്പിക്കരുത്. ചോദ്യം മനസ്സിലാക്കുക. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ചോദിച്ചത്, ഹൈക്കോടതി. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യക്കാണുള്ളത്. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? മൗലിക അവകാശങ്ങളാണ്. പരമാധികാരം, സ്ഥിതിസമത്വം, റിപ്പബ്ലിക്, ഇതൊക്കെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളാണ്. കൈസർ ഇ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്ത്? ചട്ടമ്പി സ്വാമികൾ. അയ്യപ്പൻ എന്നതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ്? പഴശ്ശി കലാപം അടിച്ചമർത്തിയത് തോമസ് ഹാർവേ ബാബർ ആണ്. തോമസ് ഹാർവേ ബേബർ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. സർ CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെ കേരളത്തിൽ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഈ പരീക്ഷ നടന്ന സമയത്ത് ആശിഷ് ജിതേന്ദ്ര ദേശായി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? തൃശ്ശൂരാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്?
VP മേനോനാണ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏത്? ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം പോണ്ടിച്ചേരിയാണ്. പോണ്ടിച്ചേരി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആരാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം KM പണിക്കർ. HN ഖുൻസ്രു, ഫസൽ അലി, KM പണിക്കർ എന്നിവരായിരുന്നു അംഗങ്ങൾ. അധ്യക്ഷൻ ഫസൽ അലി. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. ജർമ്മനി. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വാ ദൗത്യത്തിന്റെ പേരെന്ത്? ചൊവ്വാ ദൗത്യം മംഗൾയാൻ ആണ്. മംഗൾയാൻ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ്. ബ്രസീൽ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് ഏത് പേരിൽ? പ്രഗ്യാൻ. വിക്രം ലാൻഡർ, പ്രഗ്യാൻ റോവർ. റോവർ. ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രിയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ പ്രസ്താവന ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ശരി. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. അത് തെറ്റ്. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. എല്ലാം ശരിയാണ്. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് 2 മാത്രമാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ടൽ തീരസമതലം. തെറ്റാണ്. കിഴക്കൻ തീരസമതലത്തിലാണ് കോറമണ്ടൽ തീരസമതലം ഉൾപ്പെട്ടിരിക്കുന്നത്. ബാക്കി 2ഉം ശരി. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നതാണ് കിഴക്കൻ തീര സമതലം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ആന. ഇത് രണ്ടുമാണ് ശരി. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം. ദേശീയ ഗാനമാണ് ജനഗണമന. ഗാനം ജനഗണമന. അപ്പോൾ ഗീതം എന്നാ തന്നിരിക്കുന്നത്. തെറ്റ്. ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. അയോധ്യ നഗരം സരയൂ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ശരി. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി നദിയുടെ തീരത്താണ്. ശരിയാണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദിയുടെ തീരത്താണ്. ശരി. എല്ലാം ശരിയാണ്. അയോധ്യ സരയൂ നദിയുടെ തീരത്താണെന്നും അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നിവ സബർമതി നദിയുടെ തീരത്താണെന്നും കൊൽക്കത്ത, ഹൗറ എന്നീ നഗരങ്ങൾ ഹൂഗ്ലി നദിയുടെ തീരത്താണെന്നും ഓർക്കുക. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരിയല്ലാത്തത് 2 മാത്രമാണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം എന്നാണ് തന്നിരിക്കുന്നത്. ഏതാ? ആനമുടിയാ വരേണ്ടത്. അപ്പൊ അത് തെറ്റാ. അടുത്ത 2 പ്രസ്താവനകൾ ശരിയാണ്. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാട്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത്: കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. ഇത് 2ഉം ശരി. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിലാണ് എന്നാണ് തന്നിരിക്കുന്നത്. ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് തെറ്റാണ്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തത്: കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായൽ എന്നത് തെറ്റാണ്. വേമ്പനാട് കായലാണ്. 2 മാത്രമാണ് തെറ്റ്. കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ശരി. എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന ശുദ്ധജല തടാകം. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. അത് 2ഉം ശരി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകൾ: വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. അത് 2ഉമാണ് ശരി. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റ്.
കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും. അഴീക്കൽ കണ്ണൂരാണ്. പൊന്നാനി മലപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. നീണ്ടകര കൊല്ലം ജില്ലയിലാണ്. കായംകുളം ആലപ്പുഴ ജില്ലയിലാണ്. അത് രണ്ടും തെറ്റാണ്. അപ്പോൾ 2ഉം 3ഉം ആണ് ശരി. കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് ജലമാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ് തന്നിരിക്കുന്നത്. ഇവിടെ കരിമ്പുഴ മലപ്പുറം ജില്ലയിലാണ്. ശെന്തുരുണി കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് രണ്ടും ശരി. ചിമ്മിനി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചിമ്മിനി വന്യജീവി സങ്കേതം തൃശ്ശൂരാണ്. ചൂലന്നൂർ പാലക്കാടാണ്. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാ കൊടുത്തേക്കുന്നത്. അടുത്ത ചോദ്യം, സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായത് 3 മാത്രമാണ്. അപ്പൊ ഇങ്ങനൊരു ചോദ്യം വരുമ്പം നിങ്ങൾ ഈ തെറ്റായത് ശരിയായത് അതിന്റെ അടിയിൽ അങ്ങ് വരച്ചേക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും എന്താണ് കണ്ടുപിടിക്കാനുള്ളത്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വായിച്ച് വരുമ്പോഴത്തേക്കും ശരിയാണോ തെറ്റാണോ ഒരു കൺഫ്യൂഷനിലേക്ക് പോകും. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേക്കും അതിന്റെ ശരിയാണോ തെറ്റാണോ അതിന്റെ അടിയിലൊന്നൊന്ന് വരച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ തെറ്റായതാണ് ചോദിച്ചേക്കുന്നത്. 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ 3 മാത്രം തെറ്റാണ്. ബാക്കി 2ഉം ശരി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ കാണപ്പെടുന്നു. ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേരു വന്നു. കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജയാണ്. ശരി. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് PT ഉഷ. ശരി. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ്. ശരി. എല്ലാം ശരിയാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. കേരള നിയമസഭ 1992 കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയത് തെറ്റാ. ബാക്കി 2ഉം ശരിയാ. 941 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ എന്നിവയാണ് കേരളത്തിലുള്ളത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായിട്ടുള്ള പ്രസ്താവന 2 മാത്രം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. തെറ്റ്. കേരള സ്പീക്കർ AN ഷംസീർ ആണ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. അടുത്തത്, കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിന് മീശ എന്ന രചനയ്ക്കാണ് എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റ്. 2023 ശ്രീകുമാരൻ തമ്പിക്കാണ് ലഭിച്ചത് ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്ക്. അപ്പൊ 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ. ശരിയാണ്. 2022 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മാങ്ങാട്. ശരി. അപ്പൊ 2 മാത്രമാണ് തെറ്റ്. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ചന്ദ്രയാൻ 3യുടെ ലാൻഡറിന്റെ പേര് വിക്രം. ചന്ദ്രയാൻ 3യുടെ മൊത്തം ചെലവ് 615 കോടി രൂപ. ഇത് 3ഉം ശരിയാണ്. ISRO ചെയർമാൻ ആരായിരുന്നു? സോമനാഥ് ആയിരുന്നു. മോഹൻകുമാർ എന്നാണ് തന്നിരിക്കുന്നത്. തെറ്റ്. കേരളത്തിന്റെ തനതായ നൃത്ത കലാരൂപം ഏതാണ്? കേരളത്തിന്റെ തനതായ നൃത്ത കലാരൂപം മോഹിനിയാട്ടമാണ്. മോഹിനിയാട്ടം. അമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ്? അമ്മ എന്ന നോവൽ എഴുതിയത് മാക്സിം ഗോർക്കി. മാക്സിം ഗോർക്കിയാണ്. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. അടുത്ത ചോദ്യം, ദേശീയ തലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏതാണ്? ലോക്പാൽ ആണ്. ലോക്പാൽ. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ് Y ചന്ദ്രചൂഡ്. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. ലേസഫയർ സിദ്ധാന്തം ആരുടേതാണ്? ആദം സ്മിത്തിൻ്റെതാണ്. അദ്ദേഹത്തിന്റെ പേര് ഇവിടെ ഇല്ല, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്തു. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ഹോക്കി.
മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ്. ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ. 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ക്ലോഡിയ ഗോൾഡിൻ. ക്ലോഡിയ ഗോൾഡിൻ. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ്? കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. കാൽഷ്യം ഫോസ്ഫേറ്റ്. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? വിജാഗിരി സന്ധിയാണ്. വിജാഗിരി സന്ധി. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീര ഭാഗം ഏത്? ട്രക്കിയ. ട്രക്കിയയാണ്. അടുത്ത ചോദ്യം. ഇവിടെ ജീവികളും അതിൻ്റെ ശാസ്ത്രനാമങ്ങളുമാണ് തന്നിരിക്കുന്നത്. ശരിയായ ജോഡി ഏതെല്ലാം? പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ്, കാക്ക കോർവസ് സ്പ്ലെൻഡൻസ്. ഇത് രണ്ടും ശരി. ജീവികളും അതിൻ്റെ ഹൃദയ അറകളുടെ എണ്ണവുമാണ് തന്നിരിക്കുന്നത്. ശരിയായ ജോഡി കണ്ടുപിടിക്കുക. ശരിയായ ജോഡി. പാറ്റ. പാറ്റയ്ക്ക് എത്ര എണ്ണമാണ്? 13 എണ്ണം. പല്ലി. പല്ലിക്ക് എത്ര എണ്ണമാണ്? 3 എണ്ണമാണുള്ളത്. പക്ഷി. പക്ഷിക്ക് 4 അറകളാണുള്ളത്. മത്സ്യത്തിന് 2 അറകളാണ് ഉള്ളത്. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക 2023. അടുത്ത ചോദ്യം. സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏത്? സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഹരിതയാണ്. ഹരിത എന്നത് വഴുതനയാണ്. മുക്തി, അക്ഷയ, അനഘയൊക്കെ സങ്കര ഇനം തക്കാളികളാണ്. ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ത്? ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ന്യൂട്ടൺ. 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എത്രയാണ്? 4 ഡയോപ്റ്റർ ആണ്. 4 ഡയോപ്റ്റർ. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. 63. ഒരു കുതിരശക്തി എന്നത് എത്ര വാട്ട് ആകുന്നു? ഒരു കുതിരശക്തി 746 വാട്ട് ആകുന്നു. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? നിലവിലെ ISRO ചെയർമാൻ S സോമനാഥ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേര് നേരത്തെ ചോദിച്ച സെയിം ചോദ്യമാണ്. റോവർ പ്രഗ്യാനാണ്. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരെന്ത്? ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ തിരഞ്ഞെടുക്കുക. 3 മാത്രമാണ് ശരി. ക്ഷയം, ചിക്കൻ പോക്സ് എന്നിവ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിന്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? വൈറ്റമിൻ A ആണ്. കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്ന്? ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് 2014 നവംബർ മാസം 9. 2014 നവംബർ മാസം 9. ഗ്ലോക്കോമ ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഗ്ലോക്കോമ ബാധിക്കുന്നത് കണ്ണിനെയാണ്. കണ്ണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്ന്? MS സ്വാമിനാഥൻ അന്തരിച്ചത് 2023 സെപ്റ്റംബർ മാസം 28-നാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? വൈറസ് രോഗം അല്ലാത്തത് എലിപ്പനിയാണ്. എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ്. എപ്പോഴും ചോദിക്കാറുണ്ട്. ചിക്കൻ ഗുനിയ, എയ്ഡ്സ്, ഡെങ്കിപ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏത്? ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉൾപ്പെടാത്തത് മലേറിയയാണ്. അമിത രക്തസമ്മർദ്ദം, പക്ഷാഘാതം, ഫാറ്റി ലിവർ എന്നിവ ജീവിതശൈലി രോഗങ്ങളാണ്. മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹക്കൂട്. സ്നേഹക്കൂട്. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏത്? ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് സൗത്ത് ആഫ്രിക്കയിലാണ്. സൗത്ത് ആഫ്രിക്ക. ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. ശ്വാസകോശ രോഗമല്ലാത്തത് നെഫ്രൈറ്റീസ്. നെഫ്രൈറ്റീസ് ബാധിക്കുന്നത് വൃക്കയാണ്. ആസ്മ, എംഫിസിമ, ബ്രോങ്കൈറ്റിസ് എന്നിവ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ്. അതിൽ എംഫിസിമ എടുത്തു ചോദിക്കാറുണ്ട്. ശ്വാസകോശ രോഗം. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് മാതൃജ്യോതി. മാതൃജ്യോതി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. ത്വക്ക്.
ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ശരിയായ ജോഡികൾ. ക്ഷയം ഒരു ബാക്ടീരിയ രോഗമാണ്, ശരിയാണ്. നിപ്പ വൈറസ് രോഗമാണ്. എലിപ്പനി ബാക്ടീരിയ രോഗമാണ്. വട്ടച്ചൊറിയോ ഫംഗസ് രോഗമാണ്. അത് രണ്ടും തെറ്റിപ്പോയി. ഓക്കെ, 2ഉം 4ഉം മാത്രമാണ് ശരി. അപ്പൊ ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച GK സയൻസ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണേ. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.